ചേച്ചി പിന്നെ ഈ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുമ്പോഴേ ആദ്യം വളരെ കുറച്ച് പൈസ മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഈ ഓഹരി വിപണിയിൽ ഈ സാധാരണക്കാർക്ക് നിക്ഷേപിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം ഇതിനകത്ത് നല്ല പരിചയസമ്പന്നത വേണം, അറിവ് വേണം, അല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. അല്ല ഈ മ്യൂച്വൽ ഫണ്ട്സിന്റെ അവസ്ഥ എന്താണ്? മ്യൂച്വൽ ഫണ്ട്സ് അത് കുറച്ചുകൂടെ സേഫ് ആയി. ഇപ്പം പുതിയൊരു സ്കീം ഇറങ്ങിയിട്ടുണ്ട്, സൂപ്പർ റിട്ടേൺസ് മ്യൂച്വൽ ഫണ്ട്. അത് ആ സ്കീമിനെ കുറിച്ച് നമുക്ക് കുറച്ച് നന്നായിട്ട് പഠിക്കണം. പിന്നെ വേറെ കുറേ ഇക്വിറ്റി ഫണ്ട്സ്, DEBT ഡെപ്റ്റ് ഫണ്ട്സ്, അങ്ങനെ കുറേ ഫണ്ട്സ് ഒക്കെ ഉണ്ട്. എല്ലാത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കണം. എന്തായാലും നോക്കിയും കണ്ടൊക്കെ ചെയ്യണോ അല്ലേ? യെസ്, ഇല്ലെങ്കിൽ പണി കിട്ടും. അല്ല നമുക്ക് ഈ അകത്തേക്ക് കുറച്ച് മാറിയിട്ട് ഒരു ചെറിയ എമൗണ്ടിൽ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ, ഒരു 5 സെന്റ് സ്ഥലമൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ അത് വിറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടൂലേ? അതായത് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ സ്ഥലം മേടിച്ചിടുന്നു, ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ വിൽക്കാൻ നോക്കുന്നു, നമുക്ക് നല്ല പൈസക്ക് അത്യാവശ്യമായിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ വിൽക്കാൻ നോക്കുന്നത്. ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ അതിന്റെ വാല്യൂ കൂടാതെ കുറഞ്ഞ 8ന്റെ പണി പിന്നെയും കിട്ടും. നമ്മുടെ കയ്യിൽ നിന്ന് ലോസ് വരും. ഈ കൊറോണ സമയത്ത് എത്രയോ സ്ഥലങ്ങൾ നന്നായിട്ട് വില ഇടിഞ്ഞ് ആൾക്കാർക്ക് പണിയും കിട്ടി. റിയൽ എസ്റ്റേറ്റ് മൊത്തം ഇങ്ങനെയാണ് പറ്റിയത്. സിദ്ധുവിന്റെ ഒരു കസിനും ഉണ്ടായിരുന്നു ഇതുപോലെ. പുള്ളി പലിശയ്ക്ക് കടമൊക്കെ മേടിച്ചിട്ട് കുറെ സ്ഥലം അങ്ങോട്ട് മേടിച്ചു വെച്ച് അവസാനം പ്രഷർ കയറി അത് കുറഞ്ഞ വിലക്ക് വിറ്റ്, പിന്നെ ആ കടം തീർക്കാൻ വേണ്ടി അങ്ങയുടെ കയ്യിലുള്ള കുറെ സ്ഥലം വിറ്റ് കാശാക്കി. എന്തൊക്കെ മേടായിരുന്നു. റിവർ വേ പ്രൊജക്ട് എന്ന് പറഞ്ഞ് കുറെ പ്രൊജക്ട് തുടങ്ങിയില്ലായിരുന്നു ഈ പോയയുടെ സൈഡില്. ഈ വെള്ളം കയറി ഫ്ലഡ് വന്ന് മൊത്തം അടിച്ച് മൊത്തം കുളമായി പോയി, മേടിച്ചവര് മൊത്തം വീട്ടിൽ പോയി. എന്താണ് പറയണേ? എന്ത് കാര്യം അർച്ചയാണ്? വേറെ കാര്യമാകുമ്പോ അമ്മക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവില്ലെന്നോ? അമ്മ, നമ്മുടെ ലച്ചി ചേച്ചിയുടെ ബാങ്കിൽ കിടക്കുന്ന പൈസ ഇല്ലേ, അത് എന്ത് ചെയ്യണമെന്ന് ചേച്ചിക്ക് ഭയങ്കര ആലോചന, അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതെടുത്ത് FD ഇട്ടാ പോരെ? FD ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ഇൻട്രസ്റ്റ് അല്ലേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഇടുന്ന ആ എമൗണ്ടിന് വലിയ വളർച്ച ഒന്നും കാണൂല. അമ്മ, ഇപ്പൊ ഒരുപാട് വഴിയുണ്ട്, അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ എന്നാ പിന്നെ കുറെ സ്വർണം മേടിച്ചു വെച്ചാ മതി. തോടെങ്കിൽ അമ്മയുടെ കുറെ പഴഞ്ചൻ സ്വർണം മേടിച്ചു വെക്കണ ഐഡിയ. കുറച്ച് പൈസക്ക് കാപ്പാവന്റെ കമ്മലും മുക്കാപ്പാവന്റെ മാല, അല്ലെങ്കിൽ ഒരു ചെറിയ മോതിരം, ഇതൊക്കെയല്ലേ? അമ്മ, ഈ സ്വർണത്തിന്റെ വിലയിൽ ഇപ്പൊ ഭയങ്കര ഫ്ലക്ച്വേഷൻസ് ആണ്. അതുകൊണ്ട് മേടിച്ച് വെച്ചാലും ചിലപ്പോൾ പണി കിട്ടുമെന്ന്. നമ്മളിപ്പോ ഒരു അത്യാവശ്യത്തിന് നേരെ കൊണ്ട് ഇവിടെ വെച്ചെന്നിരിക്കട്ടെ, അവിടെ പണയത്തിന് വെച്ചെന്നിരിക്കട്ടെ, പൈസ കിട്ടുമ്പോൾ ഭയങ്കര കുറവായിരിക്കും, പക്ഷേ പലിശ ഭയങ്കര കൂടുതലുമായിരിക്കും. അങ്ങനെ ആ സ്വർണ്ണം അത് ചെയ്യുന്നു പോകും. അത് മാത്രമല്ല അമ്മ, ഈ സ്വർണ്ണമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പണിക്കൂലി GST എന്നൊക്കെ പറഞ്ഞ ഒരു 20-25% അങ്ങനെ തന്നെ പോകും. ചേച്ചി അമ്മ പറയുന്നതായിട്ടൊന്നും ചാടിക്കയറി ചെയ്യാൻ നിൽക്കല്. കുറേ പ്ലാൻസ് ഉണ്ട്, കുറേ പരിപാടികളുണ്ട്. എല്ലാം നന്നായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതി. എന്തായാലും മൊത്തത്തിലൊന്ന് അരച്ച് കലക്കി കുടിക്കണമല്ലേ? യെസ്. എടാ, ഈ ബിറ്റ്കോയിൻ എന്ന സംഭവം? ഈ ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയാണ്. ഡിജിറ്റൽ രൂപത്തിൽ മാത്രം അത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആരുടെ കയ്യിലാണോ ഉള്ളത്? ശതകോടീശ്വരന്മാരുടെ ബില്യണേഴ്സ്. പിന്നെ ബാ, നമുക്ക് പോവാം. പോവാണോ? സോറി മമ്മി, ഇന്ന് അടുക്കളയിലോട്ട് ഞാനില്ല. അല്ല, നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കാം, അപ്പൊ എനിക്കും കേൾക്കാമല്ലോ. അമ്മയുടെ വഴി എംകോം കൊണ്ടേ ഞങ്ങൾ പറയുന്ന കാര്യമൊന്നും അമ്മയ്ക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് മാനേജറുടെ പണി നോക്ക് കേട്ടോ. അമ്മ പെട്ടെന്നാകട്ടെ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഒന്നുമില്ല, വിളിച്ച് ചുമ്മാ അച്ഛന്ന് വിളിച്ചപ്പോ നീട്ടം കൂടി പോയി. അല്ല, നീ വിളിച്ച നന്നായി. പൈസ ഞാനേ അച്ഛന് പൈസ വല്ലതും ഉണ്ടോ? ഞാൻ അച്ഛനടുത്ത് പൈസ വയ്ക്കാൻ നിൽക്കായിരുന്നു. ഞാൻ പൈസ വല്ലതും ഉണ്ടോ? ഇങ്ങോട്ട് വേണ്ടേ, ഇങ്ങോട്ട് വേണ്ടേ? എന്താ അച്ഛൻ്റെ പൈസ? ഞാൻ അച്ഛനടുത്ത് പൈസ വയ്ക്കാൻ അമ്മയടുത്ത് അമ്മയുടെ ചോദിച്ചാ അവളെ തരും കേട്ടാ. എന്താണ് പൈസ ഉണ്ടോ ചോദിക്കേ? ഇപ്പൊ തരും. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ മോളെ? അല്ല ഇതിലോട്ട് ഈ കേശുവില്ലേ, അല്ല രച്ചൂടെ അവരെന്തോ രണ്ടുപേരും കൂടെ ഭയങ്കര കൊടുമ്പിരുണ്ട് ചർച്ച. രണ്ടും കൂടെ പുറത്തേക്ക് പോയി. അത് ശരി, രാവിലെ വരെ തുടങ്ങിയല്ലേ മാറി ചർച്ച? ഞാൻ കാണുന്നുണ്ട്. രാവിലെ തന്നെ എന്റെ റൂമിൽ വരുന്നത് ഭയങ്കര ചർച്ചയാണെന്നേ. അമ്മ, കേശുവിന് ശരിക്കും 15 പൈസ, 51 പൈസ. എന്താടാ? അല്ല, അവൻ എല്ലാ കാര്യങ്ങളും നുഴഞ്ഞേറി മനസ്സിലാക്കുന്നുണ്ട്. ഭയങ്കര തലവന്. പണ്ട് പത്രം വായിച്ചും ന്യൂസ് കേട്ടൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, കയ്യിൽ മൊബൈലും ഒന്നില്ലേ. കുത്തിയിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന ആർക്കും എന്തിപ്പോ ലോകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നീ മൊബൈൽ കുത്തിരി നോക്കണാണല്ലേ? ഇവിടെ നോക്കേണ്ട കാര്യങ്ങൾ നോക്കണോടാ, ചുമ്മാ പാട്ട് കൂത്തും കേട്ടോണ്ടിരുന്നാ പോരാ അല്ലേ? പൈസ വന്നല്ലോ കേശുവിനെ. എന്താണ് നിങ്ങള് രാവിലെ മുതലേ ഒരു ചർച്ച? ഞങ്ങൾ കയ്യിലുള്ള പൈസയെ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെ ഇരട്ടിയാക്കാന്നുള്ള ചർച്ചയിലായിരുന്നു. അത് ഈസിയല്ല, അച്ഛനെ ചോദിച്ചാ പോലെ. അയ്യോ വേണ്ട, ഒന്നും പറഞ്ഞു തരണ്ട. മകളെ ചേച്ചു, ഈ പോസ്റ്റ് ഓഫീസിലുണ്ടല്ലോ. അതെ, അമ്മയുടെ ബാക്കി എത്തി. എന്താടേ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ കളിയാക്കണ? കളിയാക്കല് കുറച്ച് കൂടിക്കൊണ്ടിരിക്കാ ഇപ്പൊ. അത് എങ്ങനെ കൂടാതിരിക്കും? നമ്മൾ ഓരോന്ന് കാര്യം പറയുമ്പോ പഴഞ്ചൻ ഐഡിയയും കൊണ്ട് വരുമല്ലേ. നിങ്ങൾ യാതൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരത്തിനുള്ള കഴിവ് നമുക്കുണ്ട് കേട്ടാ. തീരെ പഴഞ്ഞ നായകളല്ലേ.
എന്നാ ചോദിക്കട്ടെ? ഞാൻ ചോദിക്കും. അതാ പറ, എന്താണ് ബിറ്റ് കോയിൻ? എങ്ങനെയാണ് അതിന്റെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം, ക്രിപ്റ്റോ കറൻസി. ആ എന്താണ് ബിറ്റ് കോയിൻ? പറ. എന്ന് ഈ ബിറ്റ് കോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാലേ, ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ നിനക്കറിയില്ല? നിനക്കറിയില്ല ബിറ്റ് കോയിൻ? അത് നമ്മൾ ഈ ഒരു ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ തത്തുല്യമായ കാശ് കിട്ടും. നമുക്ക് ആർക്ക് വേണോ അവർക്ക് അവര് പൈസ അയച്ചു കൊടുക്കും. പണയം വെക്കുന്നല്ലേ? സ്വർണം പണയം വെക്കണ കാര്യം പോവാച്ച അവിടുന്ന്. അച്ഛാ, ഈ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ട്രാൻസാക്ഷനുള്ള ചെയ്യുന്ന കാശാണ്. അതാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കാശാണ്. അപ്പൊ പിന്നെ സ്വർണം പണയം വെക്കണ ബാങ്ക് കൊണ്ട് പോണ്ടേ? ബാങ്കിൽ കൊണ്ട് പോണ്ട. അച്ഛാ, ഒരു ചാക്കി കെട്ടി ബാങ്കിൽ കൊണ്ടുപോകണത്. എടാ, അത് നമ്മൾ വേറെ ഉദ്ദേശിച്ചല്ലേ? അയ്യോ ആരോടാ പറയുന്നേ? പറഞ്ഞാ മനസ്സിലായിട്ട് വേണ്ട. ചേച്ചി വന്നേ ചുമ്മാ. അച്ഛൻ ചമ്മിപ്പോയി. ബിറ്റ് കോയിൻ ബാങ്കിൽ കൊണ്ടു കൊടുക്കുന്നു. നിനക്കറിയാം ബിറ്റ് കോയിൻ? എനിക്ക് അറിഞ്ഞൂടാ. ഇനി അറിയാൻ പാടില്ലാത്ത കാര്യം സംസാരിക്കുകയാണ്. ഞാൻ വാ തുറന്ന അപ്പൊ തന്നെ കണ്ടടിച്ച് അടിക്കണേ. അതിനു മുന്നേ വാ തുറന്നില്ലേ? അപ്പൊ നീ നാണം കിട്ടും. പിള്ളേരെ ചമ്മി പോയില്ലേ? എന്തിനാ വാ തുറക്കാൻ പോണേ? അറിയാൻ പാടില്ലെങ്കിലും മിണ്ടാതിരിക്കൂല. വാ തുറന്നങ്ങ് പവർ പോലെ പറഞ്ഞോണ്ടിരിക്കും. ശീലിച്ചു പോയില്ലേ?